നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനോടുള്ള പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേസിൽ പ്രതികളാകുന്നവരെ അറസ്റ്റ് ചെയ്യുക സാധാരണമെന്നും MV ഗോവിന്ദൻ. പ്രൊഫസർ TJ ജോസഫിനെ മതനിന്ദ ആരോപിച്ച് കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദ് NIA പിടിയിലായത് മട്ടന്നൂരിൽ നിന്ന്. തുടങ്ങിവെച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. സർക്കാരിന്റെ ധനസമാഹരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വകുപ്പാണ് രജിസ്ട്രേഷൻ വകുപ്പെന്നും കടന്നപ്പള്ളി. മാഹിയിൽ നിന്നും അനധികൃതമായി മിനി ലോറിയിൽ ഡീസൽ കടത്തിയ കൂത്തുപറമ്പ് സ്വദേശിയായ ലോറി ഡ്രൈവർ അറസ്റ്റിൽ. തലശ്ശേരി ASP ഷഹൻഷാ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. വാർത്തകൾ വിശദമായി. കേസിൽ പ്രതികളാകുന്നവരെ അറസ്റ്റ് ചെയ്യുക സാധാരണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനോടായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം. SFIയുടെയും DYFIയുടെയും നേതാക്കളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സമരവും പ്രക്ഷോഭവും നടത്തുമ്പോൾ ആർജവം വേണം. കൽത്തുറങ്കിൽ കിടക്കേണ്ടി വരും. പറയുമ്പോൾ കാണിക്കുന്ന ആവേശം പോരാ, അതിനുള്ള മനസ്സ് വേണമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നിങ്ങളെ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന നേതാവ് നേരത്തെ പറഞ്ഞതുപോലെ പ്രസിഡന്റായത് തന്നെ കൃത്രിമമായ മാർഗത്തിലൂടെയാണ് എന്ന പ്രശ്നം കൈകാര്യം ചെയ്തു വന്നപ്പോൾ ഇപ്പോൾ TV രാവിലെ തുറന്നു നോക്കിയപ്പോൾ ഞാൻ കണ്ടു. എന്താണെന്നറിയാം, രാഹുൽ മാക്കൂട്ടത്തിലെ ഒരു ഹീറോ ആക്കിയിരിക്കുന്നു. ആരാക്കി? ഇങ്ങളിലാക്കി. അല്ല, വേറെ ആരെങ്കിലും ആക്കി എന്നുള്ള സാധനങ്ങൾക്ക് വേണ്ട. ഒരു കേസിൽ പ്രതിയായാൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക. ആ കള്ള സർട്ടിഫിക്കറ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോടതി തന്നെ ചികിത്സക്ക് അയക്കുക. പരിശോധിച്ച് വന്നപ്പോൾ അങ്ങനെയുള്ള ഒരു കേസും ഇല്ല എന്ന് വ്യക്തമാകുക. ജാമ്യം കൊടുക്കാതെ ജയിലിലടക്കുക. ഇത്രയും വന്നപ്പോൾ എന്തായിരുന്നു ഭയങ്കരമായ പ്രശ്നം? ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണല്ലോ വിശദീകരണം. രാഹുൽ മാങ്കൂട്ടത്തെ ഹീറോ ആക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അത് കണ്ട് അരണ്ട് പോകേണ്ട കാര്യമില്ല. അതിനെ അതിജീവിക്കാനുള്ള ശേഷിയാണ് ഉണ്ടാവണ്ടേ. അതിന് വരെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് ജാമ്യം കിട്ടുമോ നോക്കുമല്ലാവണ്ടേ. എന്നിട്ട് അത് ഭയങ്കരമായ ഒരു സംഭവമായിരിക്കുന്നു, പേരിങ്ങനെ ഉയർന്നിരിക്കുന്നു, ഗ്രാഫ് ഉയർത്തിയിരിക്കുന്നു എന്നെല്ലാം പറയുന്ന മാധ്യമങ്ങളോട് വേറെ എന്ത് പറയാനാ? നല്ല ഗ്രാഫാണ് നിങ്ങൾ ഉയർത്തിയത്. നിങ്ങൾ ഉയർത്താൻ വേണ്ടി നല്ല പോലെ ശ്രമിക്കുന്നുണ്ട്, പാടുപെട്ട് പണിയെടുക്കുന്നുണ്ട് ഈ മാധ്യമങ്ങളൊക്കെ. കാരണം നിങ്ങളെ പൊന്നോമനകളായി വളർന്നു വരേണ്ടുന്ന ഭൂസ്വാ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളാണല്ലോ അവരെല്ലാം. അങ്ങനെ അല്ലാത്തവരെ മുഴുവൻ നിരന്തരമായിട്ട് കള്ള പ്രചാരവേലയുടെ ഭാഗമായിട്ട് അതിനെതിരായിട്ട് പ്രചരിപ്പിക്കുകയാണ്. അവിടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ തന്നെ തകർക്കാനുള്ള ബോധപൂർവമായ പ്രചാരവേല നിങ്ങൾ തന്നെ സംഘടിപ്പിക്കുകയാണ്. ഇത് രണ്ടും നിങ്ങൾക്കറിയാം. അത് രണ്ടും നിങ്ങൾക്കറിയാമെന്ന് ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിനോടല്ല, ചില മാധ്യമങ്ങളെ പറ്റി വളരെ ശക്തിയായിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അംഗീകരിച്ച് പോവുകയാണ് ജനങ്ങൾ എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ധരിക്കണ്ട. നിങ്ങൾ പറയുന്നത് ശരിയുണ്ടെങ്കിൽ അംഗീകരിക്കും, ഇല്ലെങ്കിൽ തെറ്റാണെന്ന് തെറ്റാണെന്ന് തന്നെ പറയും. അതിനെന്താ സംശയം? ജനങ്ങൾക്കതറിയാം. ജാമ്യം കിട്ടാൻ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കോടതി പരിശോധിച്ചപ്പോൾ അത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് കോടതി ജയിലിൽ അടച്ചതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിനെ മതനിന്ദ ആരോപിച്ച് കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി സവാദിനെ NIA അറസ്റ്റ് ചെയ്തത് കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്ന്. 2010 ജൂലൈയിൽ TJ ജോസഫിനെ വെട്ടി പരിക്കേൽപ്പിച്ച ദിവസം മുതൽ ഒളിവിൽ പോയ സവാദിനെ തന്ത്രപരമായാണ് NIA പിടികൂടിയത്. സവാദിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർ NIA ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഡിസംബറിൽ അന്വേഷണ സംഘം ലുക്കൌട്ട് നോട്ടീസ് പങ്കുവച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മട്ടന്നൂരിലെ ബേരത്ത് നിന്ന് സവാദ് NIAയുടെ പിടിയിലാകുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വാടക വീട്ടിൽ നിന്നാണ് സവാദിനെ NIA പിടികൂടിയത്. 13 വർഷങ്ങൾക്ക് മുമ്പ് ചോദ്യപേപ്പറിൽ മതനിന്ദയുണ്ടെന്ന് ആരോപിച്ചാണ് അധ്യാപകനായ TJ ജോസഫിനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കൺമുന്നിലിട്ട് PFI ഭീകരർ അതിക്രൂരമായി ആക്രമിച്ചത്. അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടിമാറ്റി പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ശിക്ഷ വിധിച്ചു. കൈപ്പത്തി വെട്ടിയത് സവാദായിരുന്നു. കേസിന്റെ വിചാരണ 12 വർഷത്തോളം നീണ്ടുനിന്നു. പ്രാകൃത നിയമങ്ങളുടെ ഇരയാണ് താനെന്നും ഉന്മൂലനം ചെയ്യേണ്ടത് അത്തരം പ്രാകൃത വിശ്വാസങ്ങളാണെന്നുമായിരുന്നു കേസിന്റെ ശിക്ഷാവിധി വേളയിൽ TJ ജോസഫ് പ്രതികരിച്ചത്.
തുടങ്ങിവെച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും അതിനായുള്ള ശ്രമം ഉണ്ടാവുമെന്നും പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മൂന്നാമത്തെ ടേമിൽ മന്ത്രിയായപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പാണ് പുതുതായി ലഭിച്ചത്. രജിസ്ട്രേഷൻ വകുപ്പ് സർക്കാരിന്റെ ധനസമാഹരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വകുപ്പാണെന്നും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു. രജിസ്ട്രേഷൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് പുതിയ വകുപ്പാണ്. അതിൻ്റെ ഈ കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ ഐജിയുമായും ഉദ്യോഗസ്ഥന്മാരും സംസാരിച്ചു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ജില്ലാ ഓഫീസർമാരും ഉൾപ്പെടെയുള്ളവരെ വലിയ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കുറച്ച് കേട്ടുകേൾവിയുടെ അപ്പുറത്ത് പ്രയോഗതലത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ചർച്ച നടത്താൻ സാധിച്ചു. അങ്ങനെ 15-ാം തീയതി ഞാൻ രജിസ്ട്രേഷൻ്റെ പരിപാടിയുമായി കാസർഗോഡ് പോകുന്നുണ്ട്. അത് ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള സംവിധാനത്തിൻ്റെ ഒരു ഔദ്യോഗികമായ പ്രകാശനമാണ്. വകുപ്പ് നിർണയിച്ചു നൽകാനുള്ള പൂർണ്ണ അധികാരം മുഖ്യമന്ത്രിക്കാണ്. ഇന്ന വകുപ്പ് വേണം, ആ വകുപ്പ് വേണ്ട എന്ന നിലപാട് ഒരിക്കലും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. ഏത് വകുപ്പ് കിട്ടിയാലും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുക എന്നതാണ് മന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. കണ്ണൂർ കോട്ട കേന്ദ്രത്തിന് കീഴിലാണ്. അവിടെ വിനോദസഞ്ചാരികൾക്കായി ചില കാര്യങ്ങൾ ചെയ്യാൻ മുൻപ് ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആർക്കിയോളജിക്കൽ വകുപ്പിൽ നിന്നും അനുമതി ലഭ്യമായില്ല. അവര് ചെയ്യുന്നുമില്ല, നമ്മളെ ചെയ്യാൻ അനുവദിക്കുന്നുമില്ല എന്നതാണ് അവസ്ഥയെന്നും മന്ത്രി മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. പ്രസ് ക്ലബ് സെക്രട്ടറി കെ വിജേഷ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് CG ഉലഹനാൻ അധ്യക്ഷനായി. ട്രഷറർ കബീർ പറമ്പത്ത് നന്ദി പറഞ്ഞു. മാഹിയിൽ നിന്നും അനധികൃതമായി മിനി ലോറിയിൽ ഡീസൽ കടത്തിയ കൂത്തുപറമ്പ് സ്വദേശിയായ ലോറി ഡ്രൈവർ അറസ്റ്റിൽ. തലശ്ശേരി ASP ഷഹൻഷാ നടത്തിയ പരിശോധനയിലാണ് ഡീസൽ കടത്ത് പിടികൂടിയത്. ലോറി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. മിനി ലോറിയിൽ കടത്തിക്കൊണ്ടുപോകുകയായിരുന്ന 66ഓളം ലിറ്റർ ഡീസലാണ് പൂക്കോട് വെച്ച് തലശ്ശേരി ASP ഷഹൻഷാ IPSന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. KL 58C 8258 നമ്പർ മിനി ലോറിയിലായിരുന്നു കടത്ത്. ഡ്രൈവർ നിർമ്മലഗിരി സ്വദേശി സുധാകരനെ അറസ്റ്റ് ചെയ്തു. പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് സമ്മിറ്റ് 2024 പന്നന്നൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അശോകൻ അധ്യക്ഷനായി. ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ C മീര, പ്രദീപൻ മാസ്റ്റർ, KK മണിലാൽ, KP നിഷ, CK ബൽസൻ, എട്ടുവീട്ടിൽ അനിരുദ്ധൻ, K ഷാജി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി S ശ്രീജ സ്വാഗതവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രമ നന്ദിയും പറഞ്ഞു. അരിയരപ്പൊയിൽ സ്ഥലം ഏറ്റെടുത്ത് ഗ്രൗണ്ട്, നീന്തൽക്കുളം എന്നിവ സ്ഥാപിക്കും. വോളിബോൾ, ഷട്ടിൽ, ഫുട്ബോൾ, അത്ലറ്റിക് തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകും. പരിശീലകരെ കണ്ടെത്തി പരിശീലനം നൽകാൻ സൗകര്യം ഒരുക്കും. പുഴയിൽ നീന്തൽ പഠിക്കാൻ പരിശീലനം നടത്താൻ സൗകര്യം ഒരുക്കും. സ്കൂളുകളിൽ പരിശീലനം നൽകാൻ വിദഗ്ധരെ കണ്ടെത്തി ഉപയോഗപ്പെടുത്തും. ശാസ്ത്രീയമായ വ്യായാമം പരിശീലിപ്പിക്കാൻ സൗകര്യമൊരുക്കും. വിവിധ കളികളിൽ സമ്മർ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ സൗകര്യമൊരുക്കും. സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന കായിക രംഗത്ത് നൽകണമെന്നും യോഗത്തിൽ തീരുമാനമായി. അത് നടപ്പാക്കണം എന്ന ഉദ്ദേശത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർക്ക് ചുമതല ഉണ്ടെങ്കിലും അവരുടെ നേതൃത്വത്തിലായിരുന്നു ബാക്കിയുള്ള സ്പോർട്സ് സെല്ല് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അത് കൂടിയിരുന്ന് ചർച്ച നടത്തിയപ്പോൾ ഒരു സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയും ഒരു ആസൂത്രണവും ഒരു വർക്കിംഗ് ഗ്രൂപ്പും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതിൽ എല്ലാ പഞ്ചായത്തുകളിലും പ്രവർത്തിക്കണം എന്നതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ കാര്യത്തിലെല്ലാം നിങ്ങളുടെ വിശദമായ നിർദ്ദേശങ്ങളും ചർച്ചകളും ഉയർന്നു വരണം. അതേ തുടർന്ന് നമുക്ക് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണമെന്നാണ്. മാഹി മേഖല സ്കൂൾ ബാലകലാമേള ജനുവരി 12-13 തീയതികളിൽ പള്ളൂർ BNP ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. 3 വേദികളിലായി 83 ഇനങ്ങളിൽ 32 വിദ്യാലയങ്ങളിൽ നിന്നായി 1800ഓളം കുട്ടികൾ സർഗസിദ്ധിക്ക് മാറ്റൊരുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 12-ാം തീയതി രാവിലെ 11 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ രമേശ് പർവത്ത് അവர்களാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ശിവരാജ് മീന സാറാണ്. അന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് സിനിമാ രംഗത്തെ അറിയപ്പെടുന്ന താരം നിഹാരിക S മോഹൻ പങ്കെടുക്കുന്നുള്ള സന്തോഷ വാർത്ത കൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ ഈ വർഷത്തില് കലാമേളയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ CBSE മാഹിയിലെ സർക്കാർ സ്കൂളുകളിൽ CBSE ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷമാണ്. ഇപ്പൊ CBSE ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഡോക്യുമെന്റ് ചെയ്യുകയാണ്. പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികളുടെ പഠനത്തോടൊപ്പം തന്നെ
അധ്യയനത്തോടൊപ്പം തന്നെ അവരുടെ മറ്റ് അധ്യയനേതരമായ കാര്യങ്ങൾ കൂടി വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അവരുടെ പ്രകടനം കൂടി വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. 12 രാവിലെ 11 മണിക്ക് രമേശ് പറമ്പത്ത് MLA ഉദ്ഘാടനം ചെയ്യും. റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ശിവരാജ് മീണ അധ്യക്ഷനാവും. ചലച്ചിത്ര താരം നിഹാരിക S. മോഹൻ വിശിഷ്ടാതിഥിയായിരിക്കും. 11 രാവിലെ 10:30 പള്ളൂർ ടൗണിൽ വിളംബര ഘോഷയാത്ര നടക്കും. മാഹി പോലീസ് സൂപ്രണ്ട് രാജശങ്കർ വെള്ളാട്ട് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ നടന്നുകഴിഞ്ഞു. 13 വൈകിട്ട് 5 മണിക്ക് സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ മാഹി വിദ്യാഭ്യാസ മേലധ്യക്ഷൻ P. പുരുഷോത്തമൻ, SA മോഹനൻ നമ്പൂതിരി, Dr. K. ചന്ദ്രൻ, MM തനുജ, K. സ്നേഹപ്രഭ, MV സുജയ, ജെയിംസ് C. ജോസഫ്, TV സജിത, MK ബീന എന്നിവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും. മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്റർ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വിവാഹ വസ്ത്ര വൈവിധ്യങ്ങളുമായി കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ആഘോഷ ദിനങ്ങൾ അവിസ്മരണീയമാക്കുന്നു ഫാമിലിയിലെ അതുല്യ വസ്ത്രശേഖരം. വധുവിന്റെ വിസ്മയമോഹങ്ങൾ പോലെ വിവാഹ വസ്ത്രങ്ങൾക്കും കല്യാണ പട്ടുസാരികൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ഫാമിലിയിലേവരുടെയും ഇഷ്ടങ്ങളും സങ്കല്പങ്ങളും നിറവേറാൻ ഫാമിലി മാത്രം മതി. ഇനി എല്ലാ ആഘോഷങ്ങളും തകർപ്പൻ കളറാകും. ഫാമിലി വെഡിംഗ് സെന്റർ, കണ്ണൂർ. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 0490 2338 912. മൊബൈൽ 9846816762. സൂപ്പർ സീസൺ സൂപ്പർ ഡിസ്കൗണ്ട്. ലുലു സാരീസ് ക്രിസ്മസ് ന്യൂ ഇയർ സൂപ്പർ സെയിൽ. വിവാഹ സാരികൾ മുതൽ കുഞ്ഞുടുപ്പുകൾ വരെ മുഴുവൻ വസ്ത്രങ്ങളും വൻവില കിഴിവിൽ 10% മുതൽ 60% വരെ സൂപ്പർ ഡിസ്കൗണ്ടിൽ. ലുലു സാരീസ് സൂപ്പർ സെയിൽ 2023 ഡിസംബർ 6 മുതൽ 2024 ജനുവരി 6 വരെ ലുലു സാരീസിന്റെ കണ്ണൂർ, തലശ്ശേരി ഷോറൂമുകളിൽ മാത്രം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. തിരികെ വാർത്തകളിലേക്ക്. സംയോജിത കൃഷി വ്യാപനം പദ്ധതിയുടെ ഭാഗമായി CPIM തലശ്ശേരി ഏരിയ കമ്മിറ്റി, കർഷക തൊഴിലാളി യൂണിയൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, DYFI സഹകരണ ബാങ്കുകളുടെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സംയോജിത കൃഷി വ്യാപനം പദ്ധതിയുടെ തലശ്ശേരി ഏരിയ തല ഉദ്ഘാടനം നടന്നു. വടക്കുംപാട് പരയത്ത് താഴെവയലിലാണ് കൃഷിക്ക് തുടക്കമായത്. തലശ്ശേരി ഏരിയ സെക്രട്ടറി CK രമേശൻ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ഈ വരുന്ന വിഷുവിന് വിഷരഹിത പച്ചക്കറി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ സംയോജിത കൃഷി വ്യാപിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഈ സംയോജിത കൃഷി സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിലുള്ള കൃഷിയോട് ആഭിമുഖ്യം കാണിക്കുന്ന മുഴുവൻ ആളുകളെയും, അതുപോലെ തന്നെ വർഗഭോജന സംഘടനകൾ,
കർഷക തൊഴിലാളി യൂണിയനും കർഷക സംഘവും NREGയും മഹിളയും DYFI ഉൾപ്പെടെയുള്ള എല്ലാ വർഗഭോജന സംഘടനകളെയും നമ്മുടെ നാട്ടിലെ സഹകരണ സ്ഥാപനം കൃഷിയെ വ്യാപിപ്പിക്കുക, വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന സംയോജിത കൃഷി വ്യാപനം പദ്ധതിയുടെ തലശ്ശേരി ഏരിയ തല ഉദ്ഘാടനമാണ് പരേത്തുതാഴ വയലിൽ നടന്നത്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MB ശ്രീഷ അധ്യക്ഷയായി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ മാസ്റ്റർ, സംയോജിത കൃഷി പദ്ധതി ഏരിയ കൺവീനർ കാരായി ചന്ദ്രശേഖരൻ, കർഷക സംഘം പ്രതിനിധി A രമേശ് ബാബു, കർഷക തൊഴിലാളി യൂണിയൻ പ്രതിനിധി KP പ്രഹീദ്, C ഹരീന്ദ്രൻ, എരഞ്ഞോളി കൃഷി ഓഫീസർ TK കാവ്യ, CDS വൈസ് ചെയർപേഴ്സൺ P സുജല, KV മോഹനൻ, EK ജനാർദ്ദനൻ, P ഷിംജിത്ത്, CK ഷക്കീൽ തുടങ്ങിയവർ പങ്കെടുത്തു. 60 സെന്റ് സ്ഥലത്ത് ചീര, വെണ്ട, വെള്ളരി, പച്ചമുളക് തുടങ്ങി വ്യത്യസ്ത ഇനം പച്ചക്കറികളാണ് വിവിധ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്നത്. ദേശീയ തലത്തിൽ നടക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്ക് കോഴിക്കോട് ജില്ലയിലെ കുന്നുമ്മൽ പഞ്ചായത്തിലെ വട്ടോളിയിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. നബാർഡ്, വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ, ലീഡ് ബാങ്ക് മാനേജർമാർ, ജില്ലയിലെ വിവിധ ബാങ്കുകളുടെ ബ്രാഞ്ച് മാനേജർമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികളുടെ വിശദീകരണം, നബാർഡ്, റിസർവ് ബാങ്ക്, ഇന്ത്യ പോസ്റ്റ്, കൃഷി വിജ്ഞാൻ കേന്ദ്രം, RSCTI, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മുതലായ സ്ഥാപനങ്ങൾ അവരുടെ വിവിധ പദ്ധതികൾ ഉൾപ്പെടെ വിശദീകരിച്ചു. കോഴിക്കോട് ജില്ലയിലെ 12 ബ്ലോക്കുകളിലെ 70 പഞ്ചായത്തുകളിലെ ഒരു ദിവസം 2 പഞ്ചായത്തുകളിലൂടെയാണ് വികസിത ഭാരത സങ്കല്പയാത്ര കടന്നുപോകുന്നത്. LDM മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കാണാൻ പറ്റി അല്ലെങ്കിൽ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം അവസാനം കുറച്ച് ബാക്കി വരുന്നുണ്ട്. അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കുന്ന ഘടകം. അപ്പം നിങ്ങളെപ്പോലുള്ളവർ തരുന്ന ആ ഒരു സഹകരണവും സന്തോഷവും സ്നേഹവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിച്ചത്. അപ്പം എൻ്റെ റിക്വസ്റ്റ്, നമ്മുടെ നാട്ടിലുള്ള ഇതേപോലെ ഇവിടെ ഈ ഒരു പഞ്ചായത്തിൽ, കുന്നുമ്മൽ പഞ്ചായത്തിൽ ചെറിയൊരു വിഭാഗം മാത്രമേ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ, ഇവിടുന്ന് കിട്ടുന്ന അറിവുകൾ നിർബന്ധമായിട്ടും മറ്റുള്ളവരിൽ എത്തിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. കാരണം എല്ലാവരും മുന്നിലും ഇതേപോലെ ഇപ്പോൾ ഏകദേശം 1% 2% ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പം എല്ലാവരും ഈ കാര്യങ്ങൾ അറിയണം, അറിഞ്ഞിരിക്കണം. അപ്പം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഓരോ മുഖങ്ങളും ഒരു 100 ആളായിട്ട് മാറേണ്ടി വരും, എന്നാലേ നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ചെവിയിൽ കേട്ടിട്ട് മറ്റേ ചെവിയിൽ വിടാൻ തയ്യാറാവരുത്. നമ്മളെ മെമ്മറിയിൽ തന്നെ അത് വെക്കാൻ പറ്റണം. അതിൽ എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എഴുതി വെക്കണം. പട്ടോളി കനറ ബാങ്ക് മാനേജർ KA സാലിൽ സ്വാഗതം പറഞ്ഞു. കൃഷി വിജ്ഞാൻ കേന്ദ്രം ജയകുമാരി, ഫാക്ടറി പ്രതിനിധി നാജിയ, ശ്രീനാഥ്, രാധാകൃഷ്ണൻ എന്നിവർ വിവിധ പദ്ധതികളെപ്പറ്റി വിശദീകരിച്ചു. ചടങ്ങിൽ കുന്നുമ്മൽ പഞ്ചായത്തിലെ യുവ കർഷകനായ ധനുഷ് ആനോറയെ ആദരിച്ചു. ക്ഷീര കർഷകരായ ആസ്യ, ലീല, സമീറ, പാതിരപ്പറ്റി, റാണി, വട്ടോളി, നളിനി, സുനീറ, അമ്പലക്കുളങ്ങരയിലെ കർഷകനായ KP സുരേന്ദ്രൻ, TK നാണു, ക്ഷീരകർഷകൻ അശോകൻ മാസ്റ്റർ മൊകേരി തുടങ്ങി 12 പേരെയും ചടങ്ങിൽ പൊന്നാടയും തെങ്ങിൻ തൈയും നൽകി ആദരിച്ചു. സുരേന്ദ്രൻ, രാജീവൻ, പൊക്കൻ, ജയചന്ദ്രൻ, അശോകൻ മാസ്റ്റർ, നാണു പറമ്പത്ത്, കുമാരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തലശ്ശേരി മെഡിക്കൽ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഫ്ലവർ ഷോ ജനുവരി 18 മുതൽ ഫെബ്രുവരി 5 വരെ തലശ്ശേരി സിറ്റി സെന്ററിൽ നടക്കും. നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനുള്ള ധനശേഖരണാർത്ഥമാണ് ഫ്ലവർ ഷോ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 18 മുതൽ അടുത്ത മാസം 5 വരെ തലശ്ശേരി ഫ്ലവർ ഷോ സംഘടിപ്പിക്കുകയാണ്. തലശ്ശേരി മെഡിക്കൽ ഫൗണ്ടേഷനാണ് ഈ ഫ്ലവർ ഷോ തലശ്ശേരി സംഘടിപ്പിക്കുന്നത്. ഏകദേശം 10,000-ഓളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പൂക്കളുടെ ഒരു വിപുലമായ പ്രദർശനം ഈ ഫ്ലവർ ഷോയോടനുബന്ധിച്ചിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു 5,000 സ്ക്വയർ ഫീറ്റിനോളം നഴ്സറിയും 10-50ഓളം കമേഴ്ഷ്യൽ സ്റ്റാളുകളും പിന്നെ കുട്ടികൾക്കായിട്ടുള്ള അമ്യൂസ്മെന്റ് പാർക്കും ഒക്കെ
കൂടാതെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് 5 വയസ്സായിട്ടുള്ള ചെറിയ കുട്ടികൾക്ക് സ്കൂൾ നഴ്സറി മുതൽ നഴ്സറി ക്ലാസ് 1 വയസ്സ് മുതൽ 7 വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ഈ പ്രദർശനം ഫ്രീ ആയിട്ടാണ് സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. ഒപ്പം തന്നെ അവർക്കുള്ള മത്സരങ്ങൾ, പുഷ്പരാജ പുഷ്പറാണി മത്സരവും ഇതോടനുബന്ധിച്ചിട്ട് സംഘടിപ്പിക്കുന്നു. സർക്കാർ പവലിയനുകൾ ഇതോടനുബന്ധിച്ചിട്ട് ഉണ്ടാകുന്നതാണ്. ഒപ്പം തന്നെ മറ്റ് വിനോദ വ്യാപാര സംബന്ധമായിട്ടുള്ള ഒട്ടനവധി പരിപാടികൾ, കലാപരിപാടികൾ എല്ലാ ദിവസവും. മെഗാ ഫ്ലവർ ഷോ, വിപണനമേള, സർക്കാർ അർദ്ധ സർക്കാർ പവലിയനുകൾ, ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് ഫെസ്റ്റ്, എല്ലാ ദിവസവും പ്രഗത്ഭരായ കലാകാരന്മാർ നയിക്കുന്ന വിവിധ കലാപരിപാടികൾ, ഫാമിലി ഗെയിം ഷോ, മോട്ടോർ എക്സ്പോ, കേരളത്തിലെ പ്രമുഖ നഴ്സറി ഉടമകളുടെ സ്റ്റാളുകൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മെഡിക്കൽ ഫൗണ്ടേഷനു വേണ്ടി യൂണിവെന്റ് ഇവന്റ് മാനേജ്മെന്റ് ആണ് ഫ്ലവർ ഷോ നടത്തുന്നത്. 4000 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായ ഫ്ലവർ ഷോ കാണാനുള്ള അവസരവും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ KP മുരളീധരൻ, N നവാസ് എന്നിവർ പങ്കെടുത്തു. യേശുദാസിന്റെ 84ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് ഭാമിനി ക്രിയേഷൻസ് ഒരുക്കിയ ഹൃദയരാഗം സംഗീത ആൽബത്തിന്റെ പ്രകാശനം നടന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ് ആൽബത്തിന്റെ പ്രകാശനം നടന്നത്. ശൈശവം തൊട്ടേ കേൾക്കുന്നു ഞാനീ സാന്ദ്രമധുരമാം നാദം. ബാല്യത്തിലെന്നോ ഹൃദയത്തിൽ സൂക്ഷിച്ച ഭാവന സുന്ദര നാദം. കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, ആനയടി പ്രസാദ്, മധു രവീന്ദ്രൻ, S പ്രവീൺകുമാർ എന്നിവർ പങ്കെടുത്ത ചടങ്ങിലാണ് ആൽബത്തിന്റെ ഓഡിയോ വീഡിയോ റിലീസിംഗ് നടന്നത്. ശൈശവം തൊട്ടേ കേൾക്കുന്നു ഞാനീ സാന്ദ്രമധുരമീ നാദം എന്ന് തുടങ്ങുന്ന ആൽബത്തിന്റെ വരികൾ മധു രവീന്ദ്രന്റേതാണ്. ആനയടി പ്രസാദാണ് പാട്ടിന് ഈണം നൽകിയത്. S പ്രവീൺകുമാറിന്റേതാണ് ആലാപനം. ബാലു കരുനാഗപ്പള്ളി ഓർക്കസ്ട്രയും റജി ശ്രീരാഗ് സൗണ്ട് റെക്കോർഡിംഗും നിർവഹിച്ചു. യേശുദാസിന്റെ 84ാം പിറന്നാളിന്റെ ഭാഗമായി മലയാളികളുടെ സ്വന്തം ദാസേട്ടന് ആദരവായാണ് സംഗീത ആൽബം നിർമ്മിച്ചത്. പ്രണയത്തിനാദ്യാക്ഷരങ്ങൾ കുറിച്ചപ്പോൾ പ്രണയിനിക്കേകിയ നാദം. പ്രണയത്തിനാദ്യാക്ഷരങ്ങൾ കുറിച്ചപ്പോൾ പ്രണയിനിക്കേകിയ നാദം. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. തിരികെ വാർത്തകളിലേക്ക്. പ്രസിദ്ധമായ ശ്രീ മാങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ജനുവരി 15 മുതൽ 21 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി പതിവ് പൂജകൾക്ക് പുറമെ എല്ലാ ദിവസവും തായമ്പക, ലളിതാ സഹസ്രനാമ ജപം എന്നിവ ഉണ്ടായിരിക്കുമെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുതൽ 21 വരെ വളരെ വിപുലമായ ഭക്തി മത്സരം തന്നെ ഈ വർഷവും ആഘോഷിക്കുകയാണ്. ആയതിന് തുടക്കം കുറിക്കുമ്പോൾ എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമവും പതിവ് പൂജകൾക്ക് പുറമെ തായമ്പകയും വിശേഷാൽ അവിടെ നടക്കപ്പെടുന്നതാണ്. ഈ പൂജാതി കർമ്മങ്ങൾക്കൊക്കെ കർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ ആരാധനായ മേൽശാന്തി ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരിയാണ്. മറ്റ് ദിവസങ്ങളിലൊക്കെ പൂജാതി കർമ്മങ്ങൾ നടക്കുമ്പോൾ പതിവ് പൂജകൾക്ക് പുറമെ എല്ലാ ദിവസവും തായമ്പക, ലളിതാ സഹസ്രനാമ ജപം എന്നിവ ഉണ്ടായിരിക്കും. 20-ന് രാവിലെ 11 മണിക്ക് പൂർവികമായ ചടങ്ങുകളോടെ ഉത്സവത്തിന് തുടക്കമാവും. 12:30-ന് ഗോപൂജ, പശുക്കൾക്ക് പുല്ലും കഞ്ഞിയും. 5 മണിക്ക് തിരുവായുധം എഴുന്നള്ളത്ത്. 6 മണിക്ക് താലപ്പൊലി വരവ്. 9:30-ന് തിരുവാഭരണം എഴുന്നള്ളത്ത്. 10 മണിക്ക് ഇളനീരാട്ടം, പൂമൂടൽ, തുടർന്ന് കലശം വരവ്, കുരുതി, ഗുളികൻ തിറ. 21-ന് തിറമഹോത്സവം. ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനം എന്നിവ നടക്കും. ക്ഷേത്രത്തോടനുബന്ധിച്ച് ശിവക്ഷേത്ര നിർമ്മാണം നടക്കുന്നതിനാൽ ഇത്തവണ കലാപരിപാടികൾ ഉണ്ടായിരിക്കില്ലെന്ന് സംഘാടകർ പറഞ്ഞു. നമ്മുടെ ശിവക്ഷേത്ര നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഊർജ്ജസ്വലമായ പ്രവർത്തനം നടത്തപ്പെടുന്നതിനാൽ കലാപരിപാടികൾ മാത്രം ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ഉത്സവാഘോഷ പരിപാടികളിലെല്ലാം വളരെ അതിഗംഭീരമായി കൊണ്ട് തന്നെ നടത്തപ്പെടുന്ന വിവരം അറിയിക്കുകയാണ്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ഘടകങ്ങളിൽപ്പെട്ടവരും ഒക്കെ വഴിപാട് നേർച്ചയായി വരുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ടാകുന്ന ഈ ഉത്സവാഘോഷം ഭംഗിയായി നടത്തുവാൻ മുഴുവൻ. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് OV സുഭാഷ്, സെക്രട്ടറി ഷാജി കൊള്ളുമൽ, പവിത്രൻ കുരോത്ത്, PP മഹേഷ് എന്നിവർ പങ്കെടുത്തു. സംയോജിത കൃഷി എരഞ്ഞോളി മേഖലാതല ഉദ്ഘാടനം നടന്നു. കുടക്കളത്താണ് കൃഷിക്ക് തുടക്കമായത്. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം MC പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സാധിച്ചാൽ കേരളത്തിൽ വലിയ വരുമാനമുണ്ടാകും. അതോടൊപ്പം തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഭക്ഷ്യാഹാരമായിട്ട് മാറിയിരുന്നു. ഈ നിലയിലാണ് ഈ സംയോജിത കൃഷിയെ പ്രോത്സാഹിപ്പിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ് മുൻകൈയെടുത്തുകൊണ്ട് വിവിധ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി വിപുലമായ നിലയിലുള്ള ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ വലിയ നിലയിൽ AK രമ്യ അധ്യക്ഷയായി. കാരായി ചന്ദ്രശേഖരൻ, കതിരൂർ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ, C ഹരീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KD മഞ്ജുഷ എന്നിവർ പങ്കെടുത്തു. മാഹി പെരിങ്ങാടി ശ്രീ വാണുകണ്ഠ കോവിലകം പുനഃപ്രതിഷ്ഠാ വാർഷിക ദിനാഘോഷം ജനുവരി 16-ന് നടക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 14-ന് കുട്ടികൾക്കായുള്ള വിവിധ കലാമത്സരങ്ങൾ നടക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുനഃപ്രതിഷ്ഠാ വാർഷികാഘോഷം 2024 ജനുവരി 16 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുണാനന്ദ വത്സനാനന്ദ നമ്പൂതിരിയുടെ കാർമ്മികത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തപ്പെടുന്നു. അന്നേ ദിവസം തന്നെ വിദ്യാർത്ഥിയായിട്ടുള്ള കലാമത്സരങ്ങളും ക്ഷേത്രത്തിൽ പരിസരത്തേക്ക് നടത്തുകയാണ്. മത്സരങ്ങൾ അംഗൻവാടി, നഴ്സറി, ജൂനിയർ LP എന്നീ 2 ക്ലാസ്സുകൾക്ക് ലളിതഗാനം, കടങ്കഥ, സീനിയർ LP 15 ലളിതഗാനം മാപ്പിളപ്പാട്ട, 3-4 ക്ലാസ്സുകളിൽ ശാസ്ത്ര സംഗീതം, പ്രശ്നോത്തര വിഷയം, മലയാള ചരിത്രം, UP വിഭാഗം
മഹാഗണപതി ഹോമം, മധ്യാഹ്ന പൂജ, പൂമൂടൽ ചടങ്ങ് എന്നിവ നടക്കും. 1 മണിക്ക് അന്നദാനം, വൈകിട്ട് 5:30 നട തുറക്കൽ, ദീപാരാധന, സമൂഹ പ്രാർത്ഥന, ഭഗവതി സേവ, തായമ്പക എന്നിവയും നടക്കും. ജനുവരി 14 കുട്ടികൾക്കായുള്ള വിവിധ കലാമത്സരങ്ങളും നടക്കും. ഈ ജനുവരി 14 സംഗമ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള കലാമത്സരങ്ങൾ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിൽ മാഹി മേഖലയിൽ നിന്ന് ധാരാളം കുട്ടികൾ പങ്കെടുത്തു വരുന്നതാണ്. ഇപ്രാവശ്യവും അവരൊക്കെ നമ്മൾ ചെന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മത്സരങ്ങളിൽ കുട്ടികളെ പരമാവധി പങ്കെടുപ്പിക്കുക. ഫെബ്രുവരിയിൽ ചിത്രകലാ മത്സരമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ഗോൾഡ് മെഡൽ കൊടുത്ത് ചിത്രകലാ മത്സരം മലബാറിൽ പ്രഗത്ഭ ചിത്രകാരന്മാർ ആയിട്ടുള്ള ആളുകളൊക്കെ പങ്കെടുക്കുകയായിരുന്നു. ഇപ്രാവശ്യവും അങ്ങനെ തന്നെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആലോചന. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 22 മുതൽ 26 വരെ തിറമഹോത്സവം നടക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ഭഗവതി, വേട്ടയ്ക്കൊരു മകൻ, ശാസ്തപ്പൻ, ഗുളികൻ, ഭദ്രകാളി, വസൂരിമല തെയ്യങ്ങൾ കെട്ടിയാടും. 5 ദേശങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ ഏറെ പ്രസിദ്ധമാണെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ N. ഭാസ്കരൻ, VK രാജേന്ദ്രൻ, RK മുരളീധരൻ, സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനോടുള്ള പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേസിൽ പ്രതികളാകുന്നവരെ അറസ്റ്റ് ചെയ്യുക സാധാരണമെന്നും MV ഗോവിന്ദൻ. പ്രൊഫസർ TJ ജോസഫിനെ മതനിന്ദ ആരോപിച്ച് കൈവെട്ടിയ കേസിൽ 1-ാം പ്രതി സവാദ് NIA പിടിയിലായത് മട്ടന്നൂരിൽ നിന്ന്. തുടങ്ങിവെച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. സർക്കാരിന്റെ ധനസമാഹരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വകുപ്പാണ് രജിസ്ട്രേഷൻ വകുപ്പെന്നും കടന്നപ്പള്ളി. മാഹിയിൽ നിന്നും അനധികൃതമായി മിനി ലോറിയിൽ ഡീസൽ കടത്തിയ കൂത്തുപറമ്പ് സ്വദേശിയായ ലോറി ഡ്രൈവർ അറസ്റ്റിൽ. തലശ്ശേരി ASP ഷഹൻഷാ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.